പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വലിയ സന്ദേശമാണ് ഇന്ന് സ്വർഗാരോഹണ തിരുനാളിന് കുർബാനയ്ക്ക് നൽകിയത്. കുർബാനയ്ക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ കുർബാനയിൽ ഈശോ നൽകിയ സന്ദേശം ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഉടമ്പടി ധ്യാനം നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് സ്വർഗാരോഹണ ദിവസമാണ് ഈ ധ്യാനം റെക്കോർഡാകുന്നത്. ഇത് ഞങ്ങൾ ആദ്യ ചൊവ്വാഴ്ച തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉടനെ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും അനുഭവിക്കാൻ, ഹൃദയത്തിൽ ഈശോ എന്ന നാമം കേൾക്കുന്ന മാത്രമേ സന്തോഷം തോന്നാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്തിനായി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. മത്തായിയുടെ സുവിശേഷത്തിലെ ഈശോയുടെ സ്വർഗാരോഹണം വെളിപ്പെടുത്തിയിരിക്കുന്നത് 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ്. സ്വർഗാരോഹണത്തിൻ്റെ ആ ദിവ്യമായ അവസാന മുഹൂർത്തങ്ങളിലെ ഉടമ്പടിയുടെ സ്പിരിറ്റിലാണ് ഈശോ സംസാരിക്കുന്നത്. ഉടമ്പടി ജീവിതത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 28:20. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്താണ് ഈശോ അവസാനം പറഞ്ഞ വാഗ്ദാനവും വചനവും? എന്താണ്? ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം അവരെ അഭ്യസിക്കുവാൻ അനുസരിക്കുവാൻ നിങ്ങളവരെ അഭ്യസിക്കുവേൻ. അതായത് കർത്താവ് പഠിപ്പിച്ചത് അതാണ്. നമ്മൾ യോഹന്നാൻ 2:5 നമുക്കറിയാം. അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി. അതിൻ്റെ തന്നെ ഒരു സ്വർഗാരോഹണ വേർഷനാണിത്. എന്താണ് ഇത്? ശിഷ്യന്മാർക്ക് പറ്റിയ ജോലിയാണ്. ഉടമ്പടി നമുക്കറിയാമല്ലോ. നമുക്ക് മനുഷ്യരുമായിട്ട് കേവല മനുഷ്യൻ, പിന്നെ വിശ്വാസി, പിന്നെ ശിഷ്യൻ, അങ്ങനെയാണ് പോണത്. ഉടമ്പടി എടുക്കുന്നവർ നിങ്ങളെ ഒരു വിശ്വാസിയായിട്ടാണ് ഇവിടെ വരണത്. അല്ലെങ്കിൽ പിന്നെ വരത്തില്ലല്ലോ. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ശിഷ്യന്മാരായിട്ട് മാറും. ഇതാ വ്യത്യാസമുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കണം. ഉടമ്പടി എടുത്ത് പിന്നെ ശിഷ്യന്മാരുടെ ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം സുവിശേഷം പറയുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ വിശ്വാസം, ഇപ്പം നമ്മൾ കേവല വിശ്വാസി എന്ന നിലയിലാണ്
ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ മത്തായി ശ്രീകാട് സുവിശേഷം 28:19 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മത്തായി ഹല്ലേലൂയ. 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞ അവസാന വാക്കിൽ ഒന്നാണ് എന്താണ്? എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഇനി എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തുന്നതെന്നാണ് മത്തായി ശ്രീകാട് സുവിശേഷം 28:19 പറയണത്. നിങ്ങൾ എല്ലാ ജനതകളെയും നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അപ്പോൾ ഇനി എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തുന്നത്? അതാണ് 28:20 പറയണത്. ഒന്നിനു വായിച്ചേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ജ്ഞാനസ്നാനം അവിടെ നിൽക്കട്ടെ. ജ്ഞാനസ്നാനം പലതരമുണ്ട്. വിശ്വാസത്തെ ജ്ഞാനസ്നാനമുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചത്? പരിശുദ്ധ മാർപ്പാപ്പ കത്തോലിക്ക സഭയിലല്ലാത്ത 21 പേരെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്ത്. അതിനുള്ള കാരണം എന്താണ്? അവർ ജലത്താൽ മാത്രമല്ല രക്തത്താൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചെന്നാണ്. ISI തീവ്രവാദികൾ പട്ടാപ്പകൽ കൊന്ന 21 പേര് മാർപ്പാപ്പ കോപ്റ്റിക് സഭ, കത്തോലിക്ക സഭയല്ല, വേറൊരു സഭയാണ്. ക്രൈസ്റ്റ് ഹോണർ ചെയ്യുന്ന വേറൊരു സഭയാണ്, ഈജിപ്ഷ്യൻ സഭയാണ്. ഇപ്പം കത്തോലിക്ക സഭയിലേക്ക് ഇവിടെ വരുമ്പോൾ, നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു ജ്വലിച്ച് നിൽക്കുകയാണ്. എത്രയോ മനുഷ്യരാണ് സഭയുടെ ജീവനാടി പോലെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോൾ ഈജിപ്ഷ്യൻ കോപ്റ്റിക് സഭയാണ്. അപ്പം ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോൾ ഔസേപ്പിതാവും മാതാവും ഉണ്ണിയേയും കൊണ്ട് ഒളിച്ച് താമസിച്ച സ്ഥലമുണ്ട്. ബെത്ലഹേമിൽ നിന്ന് അവർ ഓടിപ്പോന്നപ്പോൾ അത് ഈജിപ്തിലാണ്, കെയ്റോയിലാണ്. അപ്പോൾ അതൊരു പള്ളിയാണ്, കൊച്ചു പള്ളിയാണ്, ഇതുപോലെ ചാപ്പലാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. കാര്യം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അകത്ത്. ഔസേപ്പിതാവും മാതാവ് ഒളിച്ചിരുന്ന സ്ഥലമാണ് ഉണ്ണിയേയും കൊണ്ട്. അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ താമസിച്ചപ്പോൾ പാരമ്പര്യമായിട്ട് 2000 കൊല്ലങ്ങളായിട്ട് ആ സ്ഥലം മനസ്സിലാക്കി അന്നത്തെ വിശ്വാസികൾ ഒരു പള്ളി പണിതിരിക്കുകയാണ്. ആ പള്ളിയുടെ അകം നോക്കിയപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. കോപ്റ്റിക് സഭ, ഈജിപ്ഷ്യൻ കോപ്റ്റിക് സഭയുടെ പള്ളിയാണത്. അനാലങ്കൃതമായിരിക്കുന്നു. അത്രക്കേറെ ഒരു ഇപ്പം ഇവിടെ തന്നെ നമ്മളെന്ത് ലളിതമാണെങ്കിലും വൃത്തിയില്ലേ. പക്ഷെ അങ്ങനെ എനിക്ക് ഒരു ഇരുണ്ടും മൂടിയൊരവസ്ഥ, ആരും അത് നോക്കാനില്ല. ഇത്രയൊരവസ്ഥ എനിക്ക് തോന്നി. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പോരും. അപ്പോൾ അവിടെയൊക്കെ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവരുടെ ആൾക്കാരെയാണ് ഈ IS കൊണ്ട് ലിബിയയിൽ വെച്ച് വധിച്ചത്. അവരെയാണ് ഇപ്പോൾ മാർപ്പാപ്പ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ചേർക്കണത്. അപ്പോൾ അവരുടെ ഒരു പോപ്പുണ്ട് കോപ്റ്റിക് സഭയുടെ, ദെമേത്രിയോസ് രണ്ടാമൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ്? അവർ രക്തസാക്ഷികളാണ്, അതേസമയം തന്നെ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷികളാണ്, അതേസമയം തന്നെ അവർ ഇപ്പോഴ് വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയതാണ്. ആരെയും കൊല്ലാൻ പോയിട്ടും കൊന്നും അല്ല. നമ്മൾക്ക് അവരെ കൊല്ലണ സമയത്ത് പോലും അവർ മുട്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പോൾ എന്തൊരു വിശ്വാസമാണ് അവരുടെയൊക്കെ. ഞാൻ ഓർക്കുകയാണ്, കേരള സഭയിൽ നിന്നാണ് 10-20 പേരെ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? എത്ര പേര് ചാകുന്നുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിനെ തെറി വിളിക്കും വേണമെങ്കിൽ. തമാശ ഞാനത് അവരെ കാണുമ്പോൾ ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സഭയിലിങ്ങനെ ഭയങ്കരമായ ഇടിമുഴക്കം പോലെയുള്ള സ്തുതിപ്പും പ്രാർത്ഥനയും ആൾക്കാരുടെ തള്ളിച്ചൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എത്ര പേര് നിലനിൽക്കുമെന്ന് അത് കർത്താവിനറിയാം. കള്ളനാണയോ യഥാർത്ഥ നാണയവും കർത്താവിനറിയാം. നമ്മളെപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ കള്ളനാണയമായി നിന്നാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ശിഷ്യന്മാരാകാൻ പറ്റത്തില്ല. ക്രിസ്ത്യന്മാർക്ക് കള്ളനാണയങ്ങൾക്ക് കെട്ടിത്തൂങ്ങാനേ പറ്റത്തുള്ളൂ. യൂദാസ് കെട്ടിത്തൂങ്ങിയില്ലേ? ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കള്ളനാണയമാണ്.
ഒരു വിഷയം വന്നപ്പോൾ മറുകണ്ഠം ചാടി കർത്താവിനെ ഒറ്റുകൊടുത്ത് കെട്ടിത്തൂങ്ങി. അപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസിക്കൊരു സാധ്യതയുള്ളതെന്ന് പറയണത് ഏറ്റവും കുറഞ്ഞ പക്ഷം വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ. ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു, പേര് ഞാൻ പറഞ്ഞുപോയി. അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഞാൻ തിരിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് പത്രമൊക്കെ കൊടുത്ത് പത്രമെല്ലാം സുവിശേഷ പേരൊക്കെ ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ അപ്പം കഥ കടച്ച് എന്നെ കയറ്റിയില്ലെന്ന് പറഞ്ഞ്, അകത്ത് കയറ്റിയില്ലെന്നാ. ഞാൻ പിന്നെ അപ്പനുമായിട്ട് ഗുസ്തിക്കൊന്നും പോയില്ല. അവരൊക്കെ അപ്പൻ്റെ അവസ്ഥ, അപ്പൻ്റെ വേറെ വിശ്വാസമാണ് അപ്പന്. അത് കാരണം ഞാൻ വീട്ടുകാരുടെ വിശ്വാസം അല്ലേ, അതുകൊണ്ട് എന്നെ കയറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അറയത്ത് കിടന്നോളാം ഈശോയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് അവളത് ഉൾക്കൊണ്ട്. പക്ഷെ വിശ്വാസം കളഞ്ഞില്ല. ആ ഉടമ്പടി തന്നെ ഉറച്ചു ദൈവം അവരെ എല്ലാ മേഖലകളിലും ശിഷ്യനായി കഴിഞ്ഞാലുള്ളവർ നിങ്ങൾക്കറിയാമല്ലോ, ശിഷ്യനായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? ശിഷ്യനായി കഴിയുമ്പോൾ മത്തായി, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 15:7 വായിച്ച ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. 8 വായിച്ച 15. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഇതാണ് പ്രശ്നം. അതായത് ശിഷ്യന്മാരാകണത് 15:8 വെച്ചുകൊണ്ട്, യോഹന്നാൻ 15:7-8 വെച്ചുകൊണ്ടാണ്. അത് ഉടമ്പടി അനുസരിച്ചാണ്. ഉടമ്പടി നിങ്ങളെ ശിഷ്യന്മാരാക്കി ശരിക്കും. ഒന്നിന് വായിച്ചേ, യോഹന്നാൻ 15:7-8 വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ ഇതാണ് സംഭവം. ഉടമ്പടിയാണ് ഒരു വ്യക്തിയെ ശിഷ്യനാക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ വിശ്വാസിയായിട്ടാണ് ഇവിടെ വരണത്. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറും. നിങ്ങൾ ശിഷ്യന്മാരായി കഴിഞ്ഞാൽ എന്താ ഗുണം? 15:7 എന്താ പറയണത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന, ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കഥ കടച്ച് പുറത്താക്കിയ മോളുടെ വസ്തുത എന്താ അറിയാമോ? അവളുടെ പഠനങ്ങളൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. അവൾക്കൊരു ആശയമില്ല, ഇപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ഒരു ആശയമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ വരുമില്ല, കരിഞ്ഞു പോവില്ല ജീവിതം, ഒരാശയമില്ല, കരിഞ്ഞ കമ്പ് പോലെ. ചില ആൾക്കാരുടെ ജീവിതം കരിഞ്ഞ കമ്പ് പോലെ. ഉടമ്പടി മാത്രമേ അത് തളർക്കത്തുള്ളൂ. ഇവളുടെ ജീവിതം, ഇപ്പോൾ ഇവളുടെ ജീവിതത്തിന് പ്രശ്നം കരിഞ്ഞ കമ്പാണ്. കാര്യം ഇവക്ക് കുറേ നാൾ പണ്ട് പഠിച്ചതാണ്. ഇപ്പം എന്തിന് പോകണമെന്ന, എന്ത് ജോലി ചെയ്യണമെന്ന, എവിടെ കിട്ടുമെന്ന പ്രത്യാശ കരിഞ്ഞു പോയ ഒരാളാണ്. പ്രത്യാശ കരിഞ്ഞു പോയ ആൾ കരിഞ്ഞ കമ്പ് പോലെയുള്ള ജീവിതമാണ്. അവരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി ഒരു പ്രശ്നമുണ്ട്. കരിഞ്ഞ കമ്പ് തളർക്കുന്നതാണ് ഉടമ്പടിയുടെ, ദൈവം തളർപ്പിക്കുന്നതാണ് ഉടമ്പടിയുടെ ആദ്യകാലം മുതലെയുള്ള ബന്ധം. ഇപ്പം നമ്മൾ കൃപാസനം കണ്ടില്ലേ ഇരിക്കണത്, ആ സ്വർണ്ണപ്പെട്ടി. അതിൻ്റെ അകത്ത് എന്താണ് മോസസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്? 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒന്ന്, മന്ന അപ്പം, അപ്പമില്ല, ഭക്ഷിക്കാൻ അപ്പമില്ല. ഞങ്ങൾക്ക് അപ്പം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ അപ്പം നോക്കണം ഭൂമിയിലൊക്കെ അല്ലേ നോക്കത്തുള്ളു ആൾക്കാർ, അല്ലേ? ഗോതമ്പായാലും അതുപോലെ തന്നെ അരി ആയാലും ഒക്കെ എല്ലാം ഉണ്ടാകുന്നത് ഭൂമി മുളപ്പിച്ച്, പിന്നെ നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാക്കി, പിന്നെ അത് ഉണക്കി പൊടിച്ച് അപ്പം ഉണ്ടാക്കി ഭൂമിയിലേ നോക്കത്തുള്ളു. പക്ഷെ ഭൂമിയിലല്ലാതെ നിൻ്റെ ദൈവത്തിന് ആകാശം പിളർത്തി അപ്പം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹെബ്രായർ 9:4. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും, ഏറ്റു പറഞ്ഞ അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. ഈ വാഗ്ദാന പേടകത്തിലുള്ള എന്താണ്? കർത്താവിൻ്റെ വചനം. പിന്നെ എന്താണ്? ഭൂമിയിൽ നിന്നല്ലാതെ ആകാശം പിളർത്തിക്കൊണ്ടുവരുന്ന അപ്പം. ആകാശം പിളർത്തിക്കൊണ്ടുവരുന്ന അപ്പം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ കൊച്ചിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൾക്ക് ആകാശം പിളർത്തിയാണ് അപ്പം കൊടുത്തിരിക്കുന്നത്. കാര്യം അവൾ ഉടമ്പടി എടുത്ത ഉടനെ അവൾക്ക് എന്താ, അവളുടെ ജീവിതം കരിഞ്ഞു പോയി. വിദ്യാഭ്യാസം കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ്. ഇനി കിട്ടുകയോ ഇല്ല, ജോലി കിട്ടുകയോ ഇല്ല എന്നറിയത്തില്ല, ടച്ച് വിട്ടുപോയി. അതാണ് കരിഞ്ഞ കമ്പെന്ന് പറയണത്. നമ്മൾ ഇതിനകത്തിരിക്കണത് എന്താണ്? തളർത്ത വടിയാണ് അല്ലേ? എത്രയോ പേരുടെ ജീവിതമാണ് ഉടമ്പടി തളർപ്പിക്കണമെന്നറിയാവോ? അത് പ്രോമിസിൻ്റെ ഭാഗമാണ്. നിൻ്റെ കമ്പ്, നിൻ്റെ ജീവിതം കരിഞ്ഞതാണെങ്കിൽ, ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഈ 10 കൊല്ലം, ഇപ്പോൾ ഒരു IELTS അവർ IUI എടുത്തു, IVF എടുത്തു, എന്തിനവസാനം കുഞ്ഞുങ്ങളുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു. അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ തളർത്ത വടിയാണ്, കരിഞ്ഞു പോയതാണ്. ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും കരിഞ്ഞതാണ്. എത്ര കരിഞ്ഞ വടികളാണ് കർത്താവ് തളർപ്പിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് കരിഞ്ഞ വടികളെല്ലാം തളർപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അപ്പ ഇങ്ങനെ പറഞ്ഞു, വീട്ടുകാരെല്ലാം എതിർത്ത് നിന്നാലും വിശ്വാസം കളഞ്ഞില്ല. അവൾ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം, അച്ഛൻ കുർബാനയ്ക്കും പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, ഇത് ഒരു പ്രാർത്ഥനയായിട്ട് റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ശിഷ്യന്മാരായി മാറത്തില്ല. ആ പഴയ വിശ്വാസിയായിട്ട് തന്നെ മാറും. മനസ്സിലായ? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ഘടകങ്ങളില്ലേ? എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, പ്രാർത്ഥനാ രീതിയുണ്ട്. 20% പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യം ആണല്ലോ ഇപ്പോൾ കത്തി നിൽക്കണത് അല്ലേ? അതിനി കത്തുക തന്നെ ചെയ്യും. കാര്യം അത് ഒരു ഉടമ്പടിയുടെ സർവകലാശാലയാണ് ആ സാക്ഷ്യം. കോളേജല്ല, പല കോളേജുകൾ കൂടിയ ഒരു സർവകലാശാലയാണ്. അതിനകത്ത് ഒരു സാക്ഷ്യം, അതിൻ്റെ അകത്തൊരു വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ കടക്കാരെന്നെ തന്തക്ക് വിളിച്ച് എൻ്റെ ചങ്കും കരണം പൊട്ടി ഞാൻ കിടന്ന് കർത്താവുമായിട്ട് യുദ്ധത്തിലായി. എനിക്ക് എവിടുന്ന് കാശ് കിട്ടാനാണ്? ഈ ഫോൺ എടുത്താൽ തന്തക്ക് വിളി മാത്രമാണ് കേൾക്കണത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, ഞാൻ ഇപ്പം അങ്ങോട്ട് വരും, നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഡാഷാണ്. ഇതാണ്. ഇങ്ങനെ അവസാനം ഇവൾ മടുത്ത് സങ്കടം കൊണ്ട് മനസ്സ് കലങ്ങി കിടന്ന് ഉറങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചെല്ലാം മറന്നുപോയി. 11 മണിക്കാണ് പാവം എഴുന്നേക്കണത്. എഴുന്നേക്കുമ്പോൾ പറയും, എനിക്ക് ആവതില്ല കർത്താവേ, ഞാൻ എന്തിന് പുറത്തോട്ട് പോകണം, എനിക്ക് പേടിയാണ് ഫോൺ എടുക്കാൻ പോലും. അപ്പോഴും എന്നിട്ട് പറയണേ, എനിക്ക് എഴുന്നേറ്റ് തിരികെത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ മനസ്സിൽ നീലത്തിരി സ്വപ്നം കണ്ട്
മനസ്സിൽ സ്വപ്നം കണ്ട്, അതായത് മനസ്സിൽ നിരത്തിനെക്കുറിച്ച് ഞാൻ കത്തിക്കുന്നതിൻ്റെ ഓർത്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയെന്ന് കൈയിട്ടിട്ട് കർത്താവ്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പണ്ടൊക്കെ മനുഷ്യന് വിശ്വാസം പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു ഉടമ്പടിക്കാലത്തിന് മുമ്പ്. ഉടമ്പടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 ജീവിതം വരികയാണ്. ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അതായത് നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലോകചരിത്രം മാറുന്ന പോലെ ജീവചരിത്രം മാറുന്നത് പോലെ കാണും നമ്മളെ. എന്താ കാര്യം എന്നറിയാവോ? എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ മുമ്പ് നേരത്തെ നമ്മളൊരു വിശ്വാസിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉടമ്പടി ആൾക്കാർ വിശ്വാസം ജീവിക്കുകയല്ല, വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം ജീവിക്കുകയും ചെയ്യും. നമുക്ക് അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, വിശ്വാസം നമുക്ക് പ്രെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം. അതൊരു പ്രിലിമിനറി ABCD ലെവലാണ് വിശ്വാസം പ്രാർത്ഥിച്ചു പോണത്. പിന്നെ നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം. വിശ്വാസം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രാർത്ഥിക്കുന്നതിന് ജസ്റ്റ് ഒരു അറിവ് വേണം, ഒരു മൈൽഡ് സിംഗിൾ വോൾട്ടാണത്, അറിവ് മതി. പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇച്ഛാശക്തി വേണം, വിൽ പവർ വേണം. അവിടെയാണ് പ്രശ്നം. വിശ്വാസത്തിൻ്റെയൊക്കെ വിൽ പവർ കയറ്റിവിടുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ലിസിയുടെ സാക്ഷ്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ലിസിക്ക് ആമവാദമാണ്. ആമവാദം വന്നിട്ട് ഇവളുടെ അത് കണ്ണിനെ ബാധിക്കും. കണ്ണിനെ ബാധിച്ചിട്ട് കാഴ്ച ദ്രവിപ്പിക്കും. എന്നിട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് കണ്ണ് നീല നിറമായിട്ട് വലുതായിട്ട് വരും. ഇങ്ങനെ അത് വികൃത കോലമായി കണ്ടാൽ പിടിച്ചു പോകും. പക്ഷേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത്? അതായത് ഇത് ഈ കണ്ണിനെയും കൊണ്ട് ആശുപത്രി പോയാൽ കണ്ണ് കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. കാര്യം ഇത് ഡോക്ടർ എൻ്റെ സത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ വന്നിരിക്കണമെന്ന് അറിയാൻ. അപ്പോൾ ലിസി പറഞ്ഞു, ഞാൻ എന്തേ ചെയ്തു വെച്ചാൽ ഞാൻ ഉടമ്പടി തൈലം എടുത്തു. തൈലം എല്ലാവരും ഉടമ്പടി തൈലം എടുക്കാറുണ്ട്. പക്ഷേ എടുക്കണതല്ല പ്രശ്നം ഇരിക്കണത്. എടുക്കണത് ആർക്കും എടുക്കാം, വഴിയെ പോണ ആർക്കും ഉടമ്പടി തൈലം എടുക്കാം. പക്ഷേ ഉടമ്പടി തൈലം പ്രയോഗിക്കുന്നതിലാണ് പ്രശ്നം. അതിൽ ലിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു വന്നു. ഞാനിവിടുത്തെ ദൈവമേ, ഇവൾ ഏത് ദൈവശാസ്ത്ര കോളേജിൽ നിന്ന് വരികയാണെന്ന് ഓർത്ത് ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു. എൻ്റെ കണ്ണ് വീർത്ത് നീലച്ചിരിക്കുകയാണ്, മുഖം വികൃതമായി. ഞാൻ ഉടമ്പടി തൈലമെടുത്തു, വിശ്വാസ പ്രമാണം ചെയ്യിച്ച് അതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു. അവൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട്, അവൻ്റെ തിരുമരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തൈലം കണ്ണിൽ പുരട്ടിയെന്നാണ്. അപ്പോഴെന്താ കാര്യം? മരണത്തിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ മരണത്തിലൂടെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിച്ചത്. പാപങ്ങൾ മോചിക്കുന്ന ശക്തിയാണ് മരണം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി തീർത്തു. രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ണ് സുഖപ്പെട്ടിട്ട് ചെറിയ ഒരു പാട് മാത്രമായി അത് മാറിയെന്ന് ശ്രുതികടേ. അവിടുത്തെ ശക്തി പ്രകടമാക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ആരാധന നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലെഴുന്നള്ളണേ, എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ.
സന്തോഷത്തോടെ. നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളിടമേ നീ സ്വർഗീയ രാജനീശോ. നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം അഥവാ പ്രഘോഷണം, അങ്ങനെ പിന്നെ പ്രയോഗം, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ആട്രിബ്യൂഷൻസാണ്. നമുക്ക് നിർഭാഗ്യവശായി സാധാരണ ആൾക്കാർക്ക് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ. ഉടമ്പടി, അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉടമ്പടി പ്രാർത്ഥനയിൽ വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന്. പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ. അതിന് പ്രഖ്യാപനമുണ്ട്, പിന്നെ പ്രയോഗമുണ്ട്. കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു ലിസി. പിന്നെ എന്താണ് അതിൻ്റെ അടയാളമായി അവൾ കർത്താവിൻ്റെ ശക്തിയെ, നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അതാണ് സംഭവം. 2 കൊറിന്ത്യസ് 19:10-9 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9. സോറി. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്നാൽ പറഞ്ഞേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് ഈ വചനം ആണീയ വചനമാണ് ഉടമ്പടിയുടെ കാര്യം എന്ന് പറഞ്ഞ് ബലഹീനതയിലാണ് നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. ആരുടെ ശക്തിയാണ്? ദൈവത്തിൻ്റെ ശക്തി. അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആരോഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല, 0 മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ ഉടമ്പടിയുടെ പ്രഖ്യാപിത നിയമം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. പക്ഷേ കൃപ വർക്ക് ചെയ്യണത് എവിടെയാണ്? 0 മെറിറ്റിലാണ്. അതാണ് ബലഹീനതയിലാണ്. പറഞ്ഞേ. 12:9 2 കൊറിന്ത്യൻസ്. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ബലഹീനം എന്ന് പറയുമ്പോൾ ഇപ്പൊ അവളുടെ കണ്ണ് രോഗിയായി, കണ്ണ് പഴുത്തിരിക്കുന്നു, അത് ബലഹീനമായി അല്ലേ? ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഇവിടെ എന്താ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ഈ ബലഹീനമായ കണ്ണുകളിലേക്ക്, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉടമ്പടി തൈലം ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മളിത് തേക്കണത്. എന്നിട്ട് അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകണം. ലിസി അതങ്ങനെ വെറുതെ തേച്ചാൽ പോലും, നമ്മൾ കുളിക്കാൻ നേരത്തെ എണ്ണ എടുത്ത് തേക്കത്തില്ലേ, അങ്ങനെ തേച്ചാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ പ്രയോഗത്തിൽ പ്രഖ്യാപനം ആദ്യം ഉണ്ടാകണം. എന്താണ്? കർത്താവ് നമ്മുടെ പാപങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ, നമ്മുടെ രോഗങ്ങളാണ് അവൻ വീണ്ടെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, ഐസയ 53:7. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അവൻ്റെ മരണം, പീഡാനുഭവം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ക്ഷതങ്ങളാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്.
അതുകൊണ്ടാണ് ലിസി പറയണത്. ലിസി അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷെ സത്യം അതാണ്. ഞാൻ ഉടമ്പടി തൈലം തേക്കുന്നും കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് ഞാൻ പ്രഖ്യാപിച്ചു, അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചു. അതാണ് വിശ്വാസ പ്രമാണം എന്ന് പറയണത്. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഓർക്കണം, അതിൻ്റെ ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം, അതേസമയം തന്നെ അതുപോലെ തന്നെ വിശ്വാസം. 3 തിയോളജിക്കൽ വെർച്യൂസ് ഒരുമിച്ച് ഈ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രാർത്ഥനയില്ല, പ്രഖ്യാപനമാണ്. പക്ഷേ പ്രഖ്യാപിക്കുന്ന വ്യക്തികളിലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിശ്വാസപ്രമാണം ചെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആന കുര്യനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിച്ച് പേയും പറഞ്ഞ് അവസാനിപ്പിക്കുക, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, പൂർണ്ണ ഹൃദയത്തോടെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ സ്നേഹിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമാവർത്തനം 6:5. നിയമാവർത്തനം 6:5. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടെ സ്നേഹിക്കുന്നതിനാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ല പ്രാർത്ഥന പോലെ പിച്ചുമ്പയും പ്രവണഗുണാന്നൊക്കെ പറഞ്ഞത്തില്ല. ആ സാധനമല്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. പല അണ്ണന്മാർക്ക് അതേ അറിയാൻ പാടുള്ളൂ. അതാണിത്. ഇത് വളരെ സീരിയസ്. അതായത് നമ്മളിത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫുൾ ബോഡി, അതായത് പൂർണ്ണമായ, അതായത് ഭാഗികമായ മനസ്സല്ല. ഇപ്പം ഭാഗികമായ മനസ്സ്, ചില ആൾക്കാർ ഒരു ദിവസം വിശ്രമ ജീവിതം നയിക്കണത് എങ്ങനെയാണ്? കൊന്തയെല്ലാം വരുമ്പോഴല്ല വിശ്രമ ജീവിതം. അതുവരെ എല്ലാത്തിനും സീരിയൽ കാണാൻ വരെ ഇങ്ങനെ ഇരുന്ന് ബിയറൊക്കെ അടിച്ച് കപ്പലിൻ്റെയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും. പ്രാർത്ഥന ചെല്ലാൻ ചെല്ലുമ്പോൾ ഉടഞ്ഞ് അതപ്പം ഇരിക്കും, ഇല്ലേ? വിശ്രമ ജീവിതത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ പൂർണ്ണ മനസ്സില്ല അവിടെ. ഇവിടെ എത്ര പേര് സാക്ഷ്യം പറഞ്ഞു, ഞാൻ സീരിയൽ 18 കൊല്ലം കണ്ടതാണ്, ഇപ്പം ഞാൻ കാണുന്നത് ഉടമ്പടി ധ്യാനമാണെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എനിക്ക് സങ്കടമാണ്, എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് ലിസി ആ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. എന്താണ് എനിക്ക് സങ്കടം? എൻ്റെ കർത്താവിനെ ഇക്കാലങ്ങളെല്ലാം എനിക്ക് കാണാതെ പോയല്ലോ, ഞാൻ ലോകത്തിൻ്റെ വ്യാപാരിയായി ജീവിച്ചല്ലോ. എനിക്ക് സന്തോഷമാണ്, എൻ്റെ കഷ്ടങ്ങൾ കൊണ്ട് കർത്താവിനെ എനിക്കിപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ എന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി, അതായത് ഒരു 14 സെൻറ്റ് സ്ഥലമാണ് അവരൊരു പാറപ്പുറത്ത് എടുത്തിരിക്കുക. 14 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ്, കാര്യം അവിടെ പണ്ട് അവിടെ താമസിച്ചതാണ്, അവിടെ നിന്ന് വിറ്റ് ചുട്ട് കടം കയറി മുടിഞ്ഞ് തിരിച്ച് തേച്ച് കഴുകി പോയതാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് അവർ നാട്ടിലേക്ക് കൊണ്ടുവരും, രജിസ്ട്രേഷൻ അവരെ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, ഞാൻ നിൻ്റെ സ്വദേശത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ്. ഉടമ്പടി എടുത്തോടുകൂടി കർത്താവ് വാഗ്ദാനപ്രകാരം മടക്കി കൊണ്ടുവരികയാണ്. പക്ഷേ അവർക്ക് കിട്ടിയത് വേറെ ഒരു പ്രദേശമാണ്, നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. പണ്ട് താമസത്തിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളമില്ല, എടുക്കല്ലേ, മണ്ടത്തരമാണ്, പൊട്ടത്തരം എടുക്കരുത്, പാറപ്പുറമാണ്. അപ്പോഴവൾ പറഞ്ഞ വാക്കെന്താണ്,
എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണത്. വെള്ളം ഇല്ലാത്തതല്ല പ്രശ്നം, എല്ലാത്തിനും പരിഹാരം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കിണറെ കുടിച്ചിട്ട് ഇവിടെ അവൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെറിഞ്ഞ് അതിൻ്റെ അത് മുഴുവൻ വെള്ളമായി. വെള്ളമായപ്പോൾ അടുത്തുള്ള ചെടുത്ത് വന്നിച്ചും പറഞ്ഞ് ഞങ്ങളുടെ കുളത്തിലും വെള്ളമില്ലെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കിണറ്റിലും. അവരും പറഞ്ഞു നിങ്ങളിത് കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ദൈവസ്നേഹത്തോടെ വേണം ഇടാൻ, അപ്പോൾ അവർക്കും ആവശ്യത്തിന് വെള്ളം. ഇത് പ്രയോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയല്ലോ. അതായത് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് ഈ പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യം പ്രഖ്യാപനം ഉണ്ടാകണം. ഇത് പ്രാർത്ഥനയല്ല, അതാണ് പ്രശ്നം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന പ്രഖ്യാപനമാണ്. തേർഡ് സ്റ്റെപ്പിലാണ് പ്രയോഗം വരണത്. വിശ്വാസം തന്നെ ആദ്യം പ്രാർത്ഥനയാക്കും, പിന്നെ അത് പ്രഖ്യാപനമാക്കും, പിന്നെ അത് പ്രയോഗമാക്കും. ഈ പ്രയോഗമാക്കുന്നവരിൽ ഈ ഇട്ടി വെട്ടുപോലെയുള്ള ദൈവസ്നേഹം ഉണ്ടാകണം ഇതിൻ്റെ അകത്ത്. എന്ത് നിങ്ങൾ പ്രയോഗിച്ചോ, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തിനേക്കാളുപരി വിശ്വാസം പോലെ ദൈവം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഒരു കൈ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ, കർത്താവായ ദൈവമേ. ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങള് വിശ്വാസം പ്രാർത്ഥിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയാൻ. ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. എൻ്റെ മകളെ, പ്രേയർ ആണോ ഉടമ്പടിയാണോ? ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, പ്രയോഗമുണ്ട്. ഇതിനകത്തൊക്കെ ഹൈ ടെമ്പർ ലവ് ഓഫ് ഗോഡ് ഉണ്ട്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വണക്കമാസം നടക്കുകയാണ്. ഒരു ദിവസം വിജയകുമാർ സാറും വൈഫും കൂടി വന്ന് ഒരു വണക്കമാസം നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ ലൈവിൽ കാണാം, അവിടെ എല്ലാം കഴുത്ത് കയ്യിലൊക്കെ കൊന്ത ചുരുട്ടിയിട്ടിരിക്കുകയാണ് കയ്യെ. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞ മൃഗം ചെല്ലുമ്പോഴും വിജയകുമാറിൻ്റെ സാറിൻ്റെ വൈഫും സാറും കൂടി വാഴുക 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 മരിയേ എന്ത് കേൾക്കുമ്പോൾ തന്നെ കുളിര് കയറിപ്പോവും. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് തന്നെ മനസ്സ് കുളിരണം. അല്ലാതെ ഒരു നമ്മളിങ്ങനെ വന്ന് ഒരു കടമ അങ്ങനെ നിർവഹിച്ച് റൊട്ടിയും പോലെ എന്തൊക്കെ അവതരിപ്പിച്ച് പോണ പോലെ. പ്രാർത്ഥന ഒരു അവതരണമല്ല, അതൊരു അഭിഷേകത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയും അതിനോട് ബന്ധപ്പെട്ട ഉടമ്പടി പ്രയോഗങ്ങളും നിയമാവർത്തനം 6 രേഖപ്പെടുത്തിക്കുന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രയോഗിക്കാൻ, ഉടമ്പടിയായി ജീവിക്കാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാ
ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. സ്വരത്തിൽ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15:8 പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകും, നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും. ഈ ശിഷ്യന്മാരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗ്രേഡ് കൂടി വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹിതരാകുന്നത്. 15:8 ആദ്യം വായിച്ച ഒന്നുകൂടി. യോഹന്നാൻ 15:8 നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വഴിയാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത്. ഈ ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി വഴിയാണ്. അതാണ് 15:7 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷത്തിലെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ, അതായത് അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടിയായി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മളിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. ധാരാളം ഫലം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടാൽ അറിയാം ഫലങ്ങൾ എന്തുമാത്രമാണെന്ന്. ഒരു ഫലവുമില്ലാത്ത കരിഞ്ഞതിനെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടും കരിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉണങ്ങിയ കമ്പ് പോലെ അത് തീയിലെറിഞ്ഞ് കത്തിച്ച് കളയുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഉള്ളതാണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 3:9. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇത് ഈശോ ഇടക്കിടക്ക് പറയുന്ന സംഭവമാണ്. ഫലം കാഴ്ചയില്ലെങ്കിൽ വെട്ടി മാറ്റപ്പെടും. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അതായത് 15:6 വായിച്ചോളൂ. യോഹന്നാൻ 15:6. യോഹന്നാൻ 15:6. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേക്ഷിത വരെ ഇല്ല, ജീവകാരുണ്യ പ്രവർത്തനമില്ല. അതാ ഉണങ്ങിയ കമ്പെന്ന് പറയണത്. ഉടമ്പടി എടുത്തതിന് ശേഷവും വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫലം പ്രവർത്തിക്കാത്തതാണ്. അത് പ്രേക്ഷിത വരെയില്ല, രോഗികളെ പോയി കാണത്തില്ല, ഓൾഡേജ് ഹോം സന്ദർശിക്കത്തില്ല, ആർക്കും വേണ്ടി കൈ നനഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിൽ തിരികത്തിച്ചിരിക്കും.
ഇതാണ് ഉണങ്ങിയ കമ്പെന്ന് പറയുന്നത്. ഇത് കത്തിച്ച് കളയുന്ന കർത്താവ് വന്നിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഇപ്പം ഞാൻ ആ കോട്ടയത്തെ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, അവളെ പടിയടച്ച് പിണ്ടം വെച്ച പോലെ പുറത്താക്കി. പക്ഷെ പുറത്താക്കി അപ്പനോട് വൈരാഗ്യമില്ല, അമ്മയോട് വൈരാഗ്യമില്ല, സഹോദരന് വൈരാഗ്യമില്ല. അവൾ പക്ഷേ ഉടമ്പടിയിൽ നിന്ന് അവൾ മാറുന്നില്ല. അതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയണത്. ഉടമ്പടിയിൽ നിന്ന് മാറണില്ല. ഉടമ്പടി മാറാതെ ആ ജീവകാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കഴിഞ്ഞപ്പോഴേ ഇവളെന്താ പറ്റി, ഇവളുടെ ജീവിതം തന്നെ ഒരു കരിഞ്ഞ കമ്പായിരുന്നു. കർത്താവ് അതിനെ തളർപ്പിക്കാൻ തുടങ്ങി. ഒരു ലിങ്ക് അവൾക്ക് UK നിന്ന് ലഭിച്ചു. ചിന്തിക്കാത്തൊരു കാര്യം, ചിന്തിക്കാൻ അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത, സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധ്യത. എന്താ സംഭവിച്ചിരിക്കണത്? ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്കിൽ പിടിച്ച് ഇവൾ കയറണമുണ്ട്. അത് അവൾക്ക് ആ ജോലി UK ശരിയായി കഴിയുമ്പോൾ അപ്പം പറയും, നീ പോയി സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. കഥ കടച്ചിട്ട് അപ്പം പുറത്താക്കി അപ്പം തന്നെ തിരിഞ്ഞ് കർത്താവ് ആ മകളുടെ സാക്ഷ്യം കാരണം ആ അപ്പനെയും അമ്മനെയും അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കൊരു ഐഡിയ പോലും ആരും നിങ്ങളെ സഹായിക്കാനില്ല. അപ്പോഴാണ് ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നിങ്ങളെ സഹായിക്കാൻ വരണത്. അതൊരു ഒന്നൊന്നര സഹായമായിരിക്കും. അമ്മയുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് ഏത് തടസ്സം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ദൈവം മുന്നേ പോണതിന് പകരം ഇന്ന് വിടുന്ന സഞ്ചാരി മാതാവിനെയാണ്. ദൈവം മുന്നേ പോകുന്ന കാര്യമുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ പോകും. 45 എടുത്ത് ഐശ 45:2 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 45:2. ഐശയ 45:2. ഞാൻ നിനക്ക് മുൻപേ പോയി. കൈയടിച്ചിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ് ഞാൻ നിനക്ക് മുമ്പേ പോവുകയും ഞാൻ നിനക്ക് മുൻപേ പോവുകയും മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിച്ചളവാതിൽ തകർത്ത് മലകൾ നിരപ്പാക്കി പിച്ചളവാതിൽ തകർത്ത് ഇരുമ്പ് ഓടാമ്പുകൾ ഒടിക്കും. അതെന്താണ്? നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതാണ് പ്രശ്നം. അതാണ് ഗ്രീൻ ചാനലിലൂടെ ആൾക്കാർ പോകണം. മലകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം നമ്മൾ കേട്ട സാക്ഷ്യം എന്ന് പറയണത്, അതായത് അവൾക്ക് വീടില്ല. അവസാനം ലൈഫ് മിഷൻ്റെ ഒരു വീട് കിട്ടി. അതിന് 4 ലക്ഷമോ 6 ലക്ഷമോ കിട്ടുന്നത്. പക്ഷേ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ മുന്നാധാരം വേണം. ആ മുന്നാധാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അത് 4 പേരിലാണ്. 3 പേരും മരിച്ച്, 4-ാമത്തെ ആൾ മനോരോഗി. അയാളെ കണ്ടുപിടിക്കാൻ 1.5 കൊല്ലം. അതിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ കൊടുക്കും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി അവസാനം സ്റ്റാൻഡിലെത്തുമ്പോൾ ആ മലകൾ നിവർത്തി ഇരുമ്പോടാനുമ്പോൾ പിച്ചളവാത് തകർത്ത് ഇരുമ്പോടാമ്പോൾ ഒടിച്ചുകൊണ്ട് ദൈവം ഇന്നും സഞ്ചാരി മാതാവിൻ്റെ വേഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മലകൾ തകർക്കാൻ വേണ്ടി ഉടമ്പടിയിലൂടെ കടന്നു വരുന്നു. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾക്കാർക്കും പ്രസൻസ് ഫീൽ ചെയ്തില്ല അച്ഛാ. സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസ് ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കാർക്കും സുഗന്ധമായ അഭിഷേകമൊന്നും കിട്ടിയില്ല, ഞങ്ങളാരും സ്വപ്നം കണ്ടില്ല, ഞങ്ങളാരും ദർശനം കിട്ടിയില്ല, ഞങ്ങൾക്ക് പ്രസൻസ് ഇല്ല, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ല. അച്ഛൻ എപ്പോഴും പറയുമില്ല ഉടമ്പടി സാന്നിധ്യം കിട്ടുമെന്ന്. എൻ്റെ മക്കളൊരു കാര്യം പറയാം, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുമ്പേ അതിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള നിയമപരമായ തടസ്സങ്ങൾ, നിങ്ങൾക്ക് മുമ്പിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നിനക്ക് മുമ്പിലുള്ള വിസ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനില ജെയിംസ് പൂങ്കാവിൻ്റെ സാക്ഷ്യമാണ്. അനില ജെയിംസ് പൂങ്കാവ് അവളുടെ സാക്ഷ്യം വെച്ചാൽ അവൾ 2017 ഉടമ്പടി എടുത്ത ആളാണ്. ഇപ്പോൾ എത്രയായി? 5 കൊല്ലമൊന്നും ഉടമ്പടി എടുത്ത ആളാണ്. എത്രയോ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്ന് സാക്ഷ്യം പറയണത്. 2017 ഉടമ്പടി എടുത്തിട്ട് 23 സാക്ഷ്യം പറയും. ഉടമ്പടി എടുക്കുമ്പോൾ അവളുടെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ അനിലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. കാര്യം അന്നിവിടെ മരിയൻ തപസ്സുള്ള കാലമാണ്, മരിയൻ തപസ്. അപ്പം മരിയൻ തപസ് അവൾക്ക് DH എക്സാം ഉണ്ട്, വേറെ എന്തോ BSc നേഴ്സാണ് ആൾ, അതിൻ്റെ എക്സാമാണ്. അപ്പോൾ എക്സാം ആയപ്പോൾ ഇവള് പറയുന്നത് എന്താ വെച്ചാൽ, വീട്ടുകാർ പറയും നീ എന്ത് മണ്ടത്തരാണ് ഇപ്പോൾ പോയി ധ്യാനം കൂടണത്, എക്സാം കഴിഞ്ഞിട്ട് നീ ധ്യാനം കൂടാൻ പോയിക്കോ, എത്ര ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാൻ പോയിക്കോ, ഒരു പ്രശ്നവുമില്ല, ഇതിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ. അത് വീട്ടുകാർ ഉപയോഗിക്കുന്ന റീസണാണ് ഉപയോഗിക്കുന്നത്, ഇവൾ ഉപയോഗിക്കുന്ന ഫെയ്ത്താണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇവള് പറയും, അവളോട് പറയണത് നീ പരീക്ഷ കഴിഞ്ഞിട്ട് എക്സാമിന് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ അവൾ പറയും ഞാൻ എക്സാമിന് അല്ല, ഇവള് പറയണത് നീ വീട്ടുകാർ പറയണത് പരീക്ഷ കഴിഞ്ഞിട്ട് തപസ് ധ്യാനത്തിന് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണ്, ഞാൻ തപസ് ധ്യാനത്തിന് പോയിട്ട് പരീക്ഷ എഴുതിക്കൊള്ളാം എന്ന് പറയും. അല്ല, ഇതാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മുടെ ഈ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കും. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധി പ്രയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. വിശ്വാസം ഉള്ളവൻ, അതാണ് വിഷയം. അപ്പനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധിയാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബുദ്ധി വിശ്വാസം പോലെ അധികം വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ബുദ്ധി വേണ്ടെന്നല്ല, റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, യുക്തിസഹമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അയുക്തികമായിട്ട് ചെയ്തിട്ട് പണി മേടിക്കണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ അതാണ്. അല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ ABCDക്കാരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പണി മേടിക്കരുത്. പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ, എൻ്റെ കർത്താവ്, ഞാൻ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട്, ബാക്കി ചെയ്യേണ്ടത് കർത്താവാണ്, അവർക്ക് ആ ബോധ്യമുണ്ടത്. ആ ബോധ്യം പറഞ്ഞ് ഞാൻ തപസ് ധ്യാനം കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതാം. എന്താ കാര്യം, ബാക്കി എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കും, എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ തപസ് കൂടിയിട്ട് പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷ ജയിക്കുകയും ചെയ്ത് അവൾ അബുദാബി DH എക്സാം, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം DH എക്സാം എഴുതി. DH എക്സാമിൽ അവൾ ജയിച്ചു അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം വെച്ചാൽ, അവൾ 4 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ ഭയങ്കര ഛർദിയും ഭയങ്കര പ്രഗ്നൻസിയുടെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങളിവിടെ നിർത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവളെ ഡിസ്മിസ് ചെയ്തെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ഉണ്ടായ ജോലി പോയി, ഒരു ഗർഭിണിയെ ഡിസ്മിസ് ചെയ്തിട്ട്
അവൾക്ക് നാട്ടിലോട്ട് പോരണം. അപ്പോൾ എല്ലാം തകർന്ന് നാട്ടിലോട്ട് പോരുകയാണ്. അത് ബൈ ചാൻസ്, ചിലപ്പോൾ ബൈ ചാൻസായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകത്തില്ലേ. അപ്പം അങ്ങനെ വന്നൊരു ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണത്. നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ല. ജീവിതത്തിൻ്റെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ഓർക്കണം, വിശ്വാസപൂർവ്വം. അപ്പോൾ ഇവൾ ഉടമ്പടി എടുത്തതിൻ്റെ കാശുരൂപ ഇവൾ ഇപ്പോൾ ആശുപത്രിയുടെ പുറകെ ഇരുന്നുണ്ട് നാട്ടിലൊക്കെ തിരിച്ചു പോരാൻ നേരത്ത് ഈ ഉടമ്പടി കാശുവത്തെ പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കണ്ണീരോടെ മാതാവിനോട് ചോദിക്കും, കുഞ്ഞിനെ തന്നത് നീയാണ്, ജോലി തന്നത് നീയാണ്, ഞാനിപ്പോൾ ആശുപത്രിക്ക് പുറത്തായി, നീയല്ലേ ഇതിന് സമാധാനം പറയേണ്ടത്. അതാണ് വിശ്വാസം. അവളങ്ങനെ പോകുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവം ആ സമയത്ത് നടക്കും. അവിടുത്തെ MD അയാൾ എപ്പോഴും കാറെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൂടെയാണ് കയറിപ്പോണത്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയുടെ പുറകിൽ കൂടി വരും. പുറകിൽ വരുമ്പോൾ നിന്നോട് ചോദിക്കും എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയും, HR-ഉം മറ്റു സൂപ്രണ്ടും എന്നെ പുറത്താക്കിയെന്ന് പറയും. അപ്പോൾ ഉടനെ MD HR-നെയും വിളിക്കും, സൂപ്രണ്ടിനെയും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയബന്ധിതമായി ഉടമ്പടിയെടുക്കുന്ന മക്കളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വചനം എന്ന് പറയണത്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും മലകൾ തകർക്കുകയും പിച്ചളവാത് തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യാം. ഇരുമ്പോടാമ്പൽ ഒടിച്ചുകൊണ്ടാണ് അമ്മ സഞ്ചാരി മാതാവ് നിനക്ക് മുമ്പേ പോണത്. ദിസ് ഈസ് പ്രസൻസ്. നിങ്ങൾ ദർശനം കണ്ടില്ല, സ്വപ്നം കണ്ടില്ല, സുഗന്ധാഭിഷേകം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എന്ന്. എൻ്റെ ദൈവത്തിലെ എപ്പോഴും നിൻ്റെ ജീവിത തടസ്സം മാറി അപ്പോൾ നിന്റെ ദൈവം നിന്നോട് കൂടെ അടിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു പ്രോമിസാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇൻബിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് തന്നെ ഘടനയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഘടനയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്സഫാത്തോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായോ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈശോ സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത്? 18:28-20 ഒന്നൊരു വായിച്ചേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി ശ്ലീഹ 28:20. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 28:20 മത്തായി ശ്ലീഹ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞ യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് പ്രസൻസ്. അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ് ഉടമ്പടി? എന്താണ് അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ്? എന്താണ്? വായിച്ചോളൂ. അതിനകത്തുള്ള ഉടമ്പടി കണ്ടന്റ് എന്താ? വായിച്ചോളൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പറഞ്ഞേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഞങ്ങളതല്ല ചെയ്യണത്. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ നൽകിയ ലാസ്റ്റ് പ്രോമിസ്? എന്താണ്? യുഗാന്ത്യം വരെ
എന്ന് വെച്ചാൽ നീ മരിക്കണത് വരെ കർത്താവ് നിന്നോട് കൂടെ കൈയടിച്ചട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധന. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ശക്തിയും ബലവും യേശുവിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്നേഹമാണ് ഇതിനെ ചൂടാക്കി, ഉടമ്പടിയെ ചൂടാക്കി, ആ സ്നേഹത്തിൽ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നിർത്തുന്നത്. ആ ചൂടിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത്. ഈ പ്രസൻസ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ? ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം. പ്രസൻസ് കളയുന്ന അരൂപിയൊക്കെ വന്നാൽ ഈ പ്രസൻസ് വിട്ടുപോകും. അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിനെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും. ഇപ്പം സാംസൺ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൺ, ദലീല, അതിന് ഇല്ലേ? അപ്പം അവൻ്റെ നസീർ വ്രതം അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടിയായിരുന്നു. നസീർ വ്രതം മുടിയൊക്കെ വീട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. ഈ സെൽഫ് ഡിസിപ്ലിൻ മാറ്റിയിട്ടാണ് ഇവൻ ലൈനടിക്കാൻ പോയത്. അതോടുകൂടി എന്താ പറയണത്? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി, പ്രസൻസ് പോയി. അധർമ്മം വർദ്ധിച്ചാൽ പ്രസൻസ് പോകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സാംസൺ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ന്യായാധിപന്മാർ 16:20. എത്രേ പറഞ്ഞോളൂ? ന്യായാധിപന്മാർ 16:20. ജഡ്ജസിൻ്റെ 14:20. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പറഞ്ഞ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ്. കർത്താവ് അവരെ വിട്ടുപോയത് അവരറിഞ്ഞിട്ടില്ല. കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് അറിയാത്തത്? അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും. അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകും. അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം. അധർമ്മം ധർമ്മമല്ലാതെ, ഇപ്പം ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം. എന്താ? നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നനവുടിപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ചെയ്യുകയാണ്. കാരണം ലോകം മുഴുവനും പോകുന്നു, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അത് അധർമ്മമാവും. ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത്? അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിൻ്റെ മത്തായി 14:24-12 എടുത്തേ. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ഈ ദൈവസ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്ത് കോപ്പറേറ്റ് തരം കാണിച്ച് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാ വിഷയം. അതുകൊണ്ട് ധർമ്മത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസൻസ് ലോസ് ചെയ്യും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. എന്താണ്? നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിന് പരിഹാരം ചെയ്തത്. അതിൻ്റെ മുദ്രവെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മ നൽകുന്നത്. വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിൽ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. എഫേസ്യസ് 4:30 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എഫേസ്യസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതായത് ഈ പരിശുദ്ധാത്മാവിനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത്.
ഇത് വേദനിച്ച് കഴിഞ്ഞാൽ, കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ട് വേദനിച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും. പ്രസൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അതാണ്. ഉടമ്പടി എടുത്തിരിക്കുന്ന ആളുടെ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. പരിശുദ്ധാത്മ വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത്. പ്രത്യേകിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കര വിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തോലിക്ക പെണ്ണിനോട് ചോദിക്കും, നിനക്ക് നിത്യജീവിതം വേണം അതോ അവനെ വേണമെന്ന് ചോദിക്കും. എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾ പറയും, ചില പെണ്ണുങ്ങൾ ഓടിക്കളയും. എന്താ കാര്യം? അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ശാരീരികമായിട്ട്, കണ്ട് സംസാരിച്ച് മൂന്നാം പക്കം ബന്ധപ്പെട്ടാണ്. ഇവന് വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങിക്കെത്തിയിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതുപോലെ വീണ് പോണത്. എപ്പോഴും നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദം നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒപ്രീഷമെന്ന കൂദാശ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പെന്തക്കോസ്താ ദിവസം അടുത്ത് വരുമ്പോൾ എന്റെ വിശുദ്ധിയുടെയും എന്റെ നിത്യതയുടെയും ആചാരമായി എനിക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്റെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി ദൈവത്തിന്റെ പീഡാനുഭവങ്ങളുടെ ഫലമായ നിത്യജീവനെ കരഗതമാക്കാൻ ദൈവത്തിന്റെ പക്ഷം ചേരാൻ എന്നെ ആത്മാവിൽ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെന്ത് ശാരീരികമായി ബന്ധപ്പെട്ട് പാപം ചെയ്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ തിരുമണത്തെയും വിശുദ്ധ രക്തത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിത്യജീവനും നീ വില കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് നീ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവവേദലെ ആദ്യ തേൻകട്ടയാലും പൊൻകട്ടയാലും നീ കർത്താവിലേക്ക് തിരിച്ചു വിടണം എന്നാണ് കർത്താവിൻ്റെ വചനം കൊള്ളത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ, പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് നിനക്കറിയാവോ? നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ? എന്താ കണ്ടത്? മത്തായി 24:12. എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അത് ഖരപദാർത്ഥം പോലെയാവും. മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് ഖരമായി കല്ല് പോലെയാകും. അധർമ്മം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും. ഈ ഹൃദയത്തെ മെൽട്ട് ചെയ്യാൻ എന്താണ്? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും, പകരം മാംസളമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ? പരിശുദ്ധാത്മ നൽകുമെന്ന് എൻ്റെ അർത്ഥം.
അല്ല, ഹൃദയം കല്ല് പോലെ ഇരുന്നിട്ട് മാസ്റ്റർ പറയാം മാംസമുള്ള ഹൃദയം വെക്കുന്നല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എസെക്കിയേൽ 37. എസെക്കിയേൽ 36:26. എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. മാംസള ഹൃദയം നൽകും. അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചേ? 36 ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം. അതൊക്കെ മുമ്പ് വായിച്ചേ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. അടുത്ത സ്റ്റെപ്പ് വായിക്കൂ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ 36:26 ഈ വചനം കണക്ട് ചെയ്യേണ്ടത്. ഏത് വചനമാണ്? അധർമ്മം പെരുകുമ്പോൾ ഹൃദയം സ്നേഹം തണുത്തു പോകും, തണുത്ത് ശിലാതുല്യമാകും. അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും. എസെക്കിയേൽ പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മാംസളമായ ഹൃദയം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു സഫലീകരണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. എസെക്കിയേൽ 36:26 അങ്ങ് വാഗ്ദാനം ചെയ്ത നവചൈതന്യം നിറയുന്ന മാംസളമായ ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ ദൈവവേദന ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസളമായ ഹൃദയം എന്ന് പറയണത്. ദൈവസ്നേഹം അനുഭവിക്കുന്നു. ഇപ്പം നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. ആ പെന്തക്കോസ്ത ദിനത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടുകയും സഭ ജനിച്ച കാലമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകളെ ഇപ്പോഴേ ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മാവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗിക ക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായിയുടെ 24:12 സ്നേഹം തണുത്തു പോകും, ദൈവസ്നേഹവും തണുത്തു പോകും. അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറും, കഠിന ഹൃദയമായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെ കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസെക്കിയേൽ 36:26 അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസളമായ ഹൃദയം നൽകുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? റോമ 5:5 വർക്കൗട്ട് ചെയ്യും. റോമ 5:5 എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെടേണ്ട പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് വിട്ടും വെച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും, കഠിനമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ്. ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസലമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ്. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മർക്കോസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 15:14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ. ഉടമ്പടി പോകണ്ട, അവൻ പറയണ പോലെ ചെയ്യുക. കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് ഈശോ ഇപ്പം എന്താ പറയണത്? ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ഇൻ കേസ് ദൈവസ്നേഹം കുറഞ്ഞ് പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതാണ് ഞാൻ നിങ്ങൾ, അത് 15:14 എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുന്ന പക്ഷം നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പടി എടുക്കുമ്പോൾ. ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വരുന്നു, പരിശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. 15:10 വായിച്ച യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ 15:7 എന്താ പറയണത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? 15:14 വായിച്ചത് എന്താണ്? പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്ന് ഇതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം. ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയ ഒരു സുവിശേഷ നടപടിക്രമവും പ്രയോഗരീതിയുമാണ് ഉടമ്പടി. അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ്. നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക. ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം കടന്ന് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിതരീതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം, നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഉടമ്പടിയുടെ ആരാധന അവസാനം വരുന്ന 10 മിനിറ്റ് ആരാധനയിൽ എത്രയോ പേരാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും. അവിടെയെല്ലാം നിങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓൺലൈനിലുള്ളവർ ഏതെല്ലാം സമയത്ത് ധ്യാനം കൊടുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണ്. വിശുദ്ധ പ്രമാണം അറിയാൻ പാടില്ലാത്ത ഇത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. യേശു കർത്താവാണ്. ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശു കർത്താവാണെന്ന് യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അത് ആവർത്തിച്ചൊരു 1000 പ്രാവശ്യം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന കാണാൻ ആസ്വദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ലവനായ ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ്, അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന സിസ്ത് രോഗങ്ങളെ അങ്ങനെ തിരുസേനയിൽ സമർപ്പിക്കുന്ന കർത്താവേ, മാംസപേശി വളരുന്നവ, ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടവരെ, കിഡ്നി രോഗത്തിന് അടിപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്ന അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, യേശുവെ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, മൂക്കിന് അടഞ്ഞു പോയവർ, അടിനോടിന് രോഗമുള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടായവർ, വൃക്ക രോഗികൾ, അത് മലമൂത്രം കർത്താവെ പോകാത്തവർ, അടഞ്ഞു പോയവർ, കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിന് വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ കർത്താവെ സ്പർശിക്കണമേ. യേശു കർത്താവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാതരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, മുടി കൊഴിയുന്ന അസുഖങ്ങൾ, ചെവി കേൾക്കാത്ത അസുഖങ്ങൾ, ഉള്ളംകാൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, സർവ്വവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആമാശയ രോഗങ്ങൾ, കുടലിലെ കുരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭാശയ രോഗങ്ങൾ, കിഡ്നി കർത്താവെ, ഷുഗറിൻ്റെ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉള്ളംകാൽ മുതൽ ഉച്ചവരെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് മരക രോഗങ്ങള്, എയ്ഡ്സ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്റെ ഉള്ളംകാലം മുതലേ ഉച്ചവരെ അങ്ങ് കഴുകണമേ. അസ്ഥി രോഗങ്ങള്, പേശി രോഗങ്ങള്, സർപ്പരോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, നടുവേദനകള്, ഇടുപ്പലിന്റെ അസുഖങ്ങള്, കഴുത്തിന്റെ വേദന, തൈറോയ്ഡ് രോഗങ്ങള്, പല്ലിന്റെ വേദന, ക്യാൻസർ രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ, വിസ ഇതുവരെ കിട്ടാത്തവർ, വിസ തീരാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിൽ തോറ്റതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ ഈശോ സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ, നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുമെന്ന് ഓർക്കുക. മദ്യപാന ആസക്തിയുള്ളവരെ, ലഹരി പദാർത്ഥങ്ങൾ ആസക്തിയുള്ള മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, കുടുംബ തകർച്ച വന്നവരെ, കുടുംബ കലഹങ്ങൾ വന്നവരെ, എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവർ, അതിന് കേസ് പറയുന്നവർ, പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ, അങ്ങനെ എല്ലാവിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ, അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ, വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്തവരെ, വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ, വസ്തു വാങ്ങാനുള്ളവർ, വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ, വാടക കിട്ടാതിരിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവ്വശക്തി മക്കളെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വെളിച്ചം കിട്ടാത്തവർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബകലഹമുള്ളവർ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്തവർ, കർത്താവേ, ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ, ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുള്ളവർ, എല്ലാവരും സ്വച്ഛ പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികൾ, നടുവേനക്കാർ, സ്വച്ഛ പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, കർത്താവ് പാസ്പോർട്ട് കിട്ടാത്തവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവരെ, പുതിയ പാസ്പോർട്ട് കിട്ടാത്തവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മുട്ട നിൽക്കുക. ഉടമ്പടി എടുത്ത വിഷയങ്ങളെക്കുറിച്ച് മൗനമായി ഈശോയോട് സംസാരിക്കുക. ഉടമ്പടി പുതുക്കിയ ഉടമ്പടി എടുത്ത വിഷയങ്ങളെക്കുറിച്ച് ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സംസാരിക്കുക. ഏറ്റവും വലിയ സമയമാണിത്. നമ്മുടെ പുതുക്കിയിട്ടും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈശോയോട് സങ്കടത്തോടെ കാര്യങ്ങൾ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഈശോ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. സഭയിലെ ഈ ആൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ നിൻ്റെ മുമ്പിൽ കണ്ണീരിടുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരും അവർ കണ്ണീരിടുന്ന വിഷയത്തിൻ്റെ മേൽ അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണ സാക്ഷിയാക്കാൻ മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും പരിപൂർണമായി ഈശോ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.